എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. 2012 മോഡൽ ട്രാവലറാണ്. ഇൻറ്റീരിയർ ടോപ്പ് വർക്ക് കാര്യങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ പ്ലാറ്റ്ഫോം സീറ്റ് കാര്യങ്ങളായിട്ട് ഒരു 80% വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. Moving too fast, got my foot up on the gas, full throttle till I crash. I'm back with a vengeance, you gon' see me end this. Do you wanna see what you're made of? What if there was no one to save us? Would you leave it all on the pavement? Would you dye the ground with some stray blood? I just wanna find out my limits. I'ma put everything in it. I'm in this life to win it, and this is just the beginning. Do you want it bad? Do you want it bad? നമ്മുടെ അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറഞ്ഞത് തൊട്ട് ബാക്കിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോപ്പിലാണെങ്കിൽ തന്നെ ടോപ്പിലെ കാലിയർ നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്ത് അതായത് അഴിച്ചെടുത്തിട്ട് ഉള്ളിൽ ഫൈബർ പാച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് രണ്ടാമത്തെ കാലിയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓൾഡ് സൺസൈഡാണ്. അതിനകത്ത് ഒരു LED നിയോൺ സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ചെറിയ രീതിയിൽ ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച സമയത്ത് ഇൻറ്റീരിയലും അതേപോലെ എക്സ്റ്റീരിയറും ഫുള്ള് പെയിൻ്റ് അടിച്ച സമയത്ത് എല്ലാ പാർട്സുകളും റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. ഗ്ലാസ് ഫ്രെയിം ആണെങ്കിലും അല്ല ഒരുവിധം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാച്ച് വർക്ക് കാര്യങ്ങൾ വണ്ടിയും ഉണ്ടായിരുന്നു. അതേപോലെ ഇനി തൊട്ട് അതിൻ്റെ അടിയിലത്തായിട്ട് വരുമ്പോൾ ബോണറ്റിൻ്റെ മേലെ ഒരു എയർ വെൻറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫോഴ്സിൻ്റെ കിറ്റിൽ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ തന്നെ കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. LED ടൈപ്പാണ്. അതായത് ബോണറ്റുമ്പോൾ വയ്ക്കണ എയർ വെൻറ്റുമ്പോൾ LED ടൈപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും ലൈറ്റ് കാര്യങ്ങളുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഗ്രില്ല് മെഷ് ചെയ്തിട്ടുണ്ട്. കമ്പനി ഗ്രില്ല് തന്നെയാണ്. അതിനകത്ത് മെഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ബമ്പർ സ്കേർട്ടിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു നിയോണിൻ്റെ LED അതായത് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ക്ലാമ്പ് കാര്യങ്ങളൊക്കെ പുതിയൊരു രീതിയിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന് താഴെ ഫുൾ സ്കേർട്ടിങ് കാര്യങ്ങൾ കൊടുത്തു. പിന്നെ വലിയ ബമ്പർ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പുതിയ നമ്പർ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 2 കമ്പനി വരുന്ന ഫോഗ് ലാമ്പും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചത്തിൻ്റെ ആണെങ്കിലും വയറിങ്ങിൻ്റെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വയറാണെങ്കിലും സ്ലീവ് കാര്യങ്ങളൊക്കെ ഇട്ട് അതേമാതിരി മാറേണ്ട സാധനങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ വയറിങ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 BS6 ടൈപ്പ് മിറർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഓൾമോസ്റ്റ് ലുക്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ റെയിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റെയിൻ ഗാർഡിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ഫെയ്ഡായി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 3-4 കൊല്ലമായിട്ട് വണ്ടി വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിലവിൽ ഓടായിരുന്നു. അതിൻ്റെ മുമ്പത്തെ വീഡിയോസ് ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ LED കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2012 വണ്ടിയാണെങ്കിലും ആ ഗ്ലാസ് 2 സൈഡിലേക്ക് ഓപ്പൺ ടൈപ്പ് ഗ്ലാസ്സാണ് ഇപ്പോൾ നിലവിൽ അതിനകത്ത് ഇരിക്കുന്നത്. അത് കാരണം കൊണ്ട് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഒരു പാർട്ടി അതിനകത്ത് കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് 2 സൈഡിലേക്ക് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ് വണ്ടി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നല്ല രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് കാര്യങ്ങളാണ്. അപ്പോൾ കേരള വണ്ടികൾ ഒരുവിധം എല്ലാ വണ്ടികളും പക്ക വൈറ്റിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടേജ് വണ്ടികൾ ഒരുവിധം കുറച്ച് നാൾ കഴിയുമ്പോഴേക്കെങ്കിലും ബസ്സിന് കളർ കോഡ് വന്ന പോലെ തന്നെ നമ്മുടെ ഈ ചെറിയ വണ്ടികൾക്കും കളർ കോഡ് എന്തെങ്കിലും നിർബന്ധമാവുമെന്നാണ് പറഞ്ഞ് കേട്ടണത്. അതേമാതിരി RTO സംബന്ധമായുള്ള ഓരോ പേപ്പർ വർക്കിന് ചെല്ലുമ്പോൾ അവിടെയും പറയണത് അതാണ്. അപ്പോൾ അതിന് ഒരു ചെറിയൊരു ഡിസൈൻ ഈ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാർട്ടിക്ക് ഡെലിവറി കൊടുത്തതിന് ശേഷം പാർട്ടി തന്നെ ഡിസൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ അതിനകത്ത് തന്നെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സൈഡിൽ സ്കർട്ടിങ്ങുമ്പോൾ തന്നെ ബോഡി ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്രതാണ് ഓൾമോസ്റ്റ് ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് വീൽ കപ്പുമ്പോൾ കളർ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി നാൾ കഴിഞ്ഞ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫണ്ട് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടാണ്. അത് കുറച്ച് കാലങ്ങളായിട്ട് കൊറോണ ആയിട്ട് വണ്ടി കയറ്റിയിട്ടേക്കായിരുന്നു. അതേമാതിരി തന്നെ പാച്ച് വർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. സീറ്റ് ടോപ്പ് ഒഴിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. പ്ലാറ്റ്ഫോം വരെ പുതിയത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാരണം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫണ്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അലോയ് വീലിൻ്റെ കാര്യം
പൈസയുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അലവിൽ തന്നെ ആഡ് ചെയ്യും. ആ ഒരു ടൈപ്പ് തന്നെയാണ് സ്കർട്ടിങ് കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. അലവിൽ ഇടണമെങ്കിൽ തന്നെ പിന്നീട് അതിൽ ഇടാവുന്നതാണ്. അത്രയ്ക്കാണ് നമ്മുടെ സൈഡിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ കാലിയർ, അതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലായിട്ടൊരു സംഭവം നമ്മൾ ഈ വണ്ടിയുമായി ആഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റം ചെയ്തിട്ടുള്ള ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിനകത്ത് ഇൻസൈഡ് വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് കമ്പനി അവർ വണ്ടി വരുമ്പോൾ ഉണ്ടായിരുന്ന LED ടോപ്പായിരുന്നു. അതിൻ്റെ LED സ്ട്രിപ്പ് കാര്യങ്ങൾ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. ബെർത്തുമിത്താണെങ്കിലും നമ്മൾ ടോപ്പ് റിമൂവ് ചെയ്യാൻ തന്നെയാണ് ഈ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ മാറിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡിൽ നോക്കുമ്പോൾ കർട്ടനും കൂടി പറയണം. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. സീറ്റ് എന്ന് പറഞ്ഞാൽ ഫോം ചെയ്ത് നല്ല തിക്കായിട്ട് ഫോം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ തൊപ്പി കവറുണ്ട്, അതായത് ക്യാപ്പുണ്ട്. അത് നെയിം പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ഡിലേ വന്ന കാരണം കൊണ്ട് അതിനകത്ത് ഇപ്പോൾ ഇടാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി കമ്പനി AC വണ്ടിയായിരുന്നു. അതിൻ്റെ വയറിങ്ങിട്ട് ഫുള്ള് മാറി നല്ല രീതിയിൽ. അതായത് മുമ്പ് കമ്പനി AC വണ്ടി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിങ് വളരെയധികം കുറവായിരിക്കും, അല്ലെങ്കിൽ AC തള്ളിച്ച കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് AC വയറിങ് ഇട്ട് നമുക്കൊരു 15 രൂപ ചിലവ് മുടക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈക്രോ ബസ്സിൻ്റെ ഒക്കെ ഒരു ഏകദേശം ആവറേജ് ആ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് കാറ്റ് അല്ലെങ്കിൽ ഒരു കൂളിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. അത് ഈ വണ്ടിയുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് കാണാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ കാര്യം എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്തൊരു വണ്ടി വർക്ക് ചെയ്യണ സമയത്താണെങ്കിലും നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ബേഡ് കാര്യങ്ങൾ LED മാറുക, അതേമാതിരി പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം പുതിയ പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ ഇട്ട് വിനയിൽ ഒട്ടിച്ച്, അതേമാതിരി ഫുഡ് സ്റ്റെപ്പിന്മേയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ തൊട്ട് താഴെയിട്ട്, അതുകൊണ്ടാണ് ഞാൻ നിലത്തേക്ക് നോക്കിയത്. ഫുഡ് സ്റ്റെപ്പ് ആണെങ്കിലും ഫൈബർ ടൈപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആ മഡ് ഗാർഡ് ആണെങ്കിലും ഫൈബർ ടൈപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കീറി പോണ ഒരു സംഭവം നമ്മൾ ഒരുവിധം വണ്ടികളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിലാണ് കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ് സംഭവം. ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയണ കാരണം കൊണ്ട് ഇതിന് ഏകദേശം ഒരു 4000-4500 നമുക്ക് ഒരു ഫ്രണ്ടിൽ ഫുഡ് സ്റ്റെപ്പിന് മാത്രം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് ആൾക്കാരുകൾ അങ്ങനെ കാശ് നോക്കിയിട്ട് ചെയ്യുമ്പോൾ ആ സംഭവം നമ്മൾ വേണ്ടാന്ന് വയ്ക്കാറുണ്ട്. അപ്പോൾ അത് ഈ പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇവരെ കൺവിൻസ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ചെയ്തോളാൻ പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മളത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈറ്റ് വർക്കും അതേമാതിരി സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ അഴിക്കലും പിടിപ്പിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാഡാണെങ്കിലും ഡോർ പാഡാണെങ്കിലും നിലവിലുണ്ടായിരുന്നു, അതൊക്കെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ടാമത് റീഫിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു പുതിയൊരു വണ്ടി വർക്ക് ചെയ്യാനായിട്ടും വളരെയധികം ഡിഫിക്കൽട്ടാണ് പഴയൊരു വണ്ടി വർക്ക് ചെയ്ത് ഒരു പുതിയൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ എക്സ്പെൻസീവാണ് സംഭവം. നമ്മൾ പഴയ വണ്ടി ആകുമ്പോൾ കുറേ സാധനങ്ങൾ ആ വണ്ടി മിണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് അടുത്ത് ആഡ് ചെയ്ത് വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ പിന്നെ കയറി ഇറങ്ങി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണമായിട്ടും കൂടുതൽ എമൗണ്ടിലേക്ക് ആയിട്ട് വരാറുണ്ട്. അത് ഒരുവിധം വണ്ടികളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്നാലും നമ്മൾ ഇത്ര പൈസ ചിലവ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയ വണ്ടിയിൽ അത്രയ്ക്കും ഫിനിഷിങ് ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഉണ്ടെങ്കിലും തുരുമ്പ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊന്തി തന്നെ വരും. നമ്മൾ മാക്സിമം നമ്മുടെ ഒരു എത്രയോ പെർസെൻറ്റേജ് അത്ര എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും എത്ര കാശ് ഇറക്കി ചെയ്ത് കഴിഞ്ഞാലും മുമ്പ് അത് പഴമയുടെ ഒരു പഴം എന്തെങ്കിലും കൺഫേം ആയിട്ട് അടുത്ത കാലങ്ങളിൽ വരും. പെട്ടെന്ന് വരുന്നല്ല പറഞ്ഞേ, എന്നാലും നല്ല രീതിയിൽ തന്നെ വരാറുണ്ട്. അപ്പോൾ അതിന് വേറെ നമുക്ക് പ്രതിവിധികൾ കാര്യങ്ങളൊന്നും ഇല്ല. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം കൂടുമ്പോൾ ടെസ്റ്റ് അല്ലെങ്കിൽ 1 കൊല്ലം കൂടുമ്പോൾ ടെസ്റ്റ് കൊടുക്കണം. സമയം നിലവിലത്തെ കണ്ടീഷനിൽ ഒന്ന് വലിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 3 കൊല്ലം ടെസ്റ്റൊക്കെ സിമ്പിളായിട്ട് വണ്ടി ഈ കണ്ടീഷനിൽ കൊണ്ട് നടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയ്ക്കുള്ള ഉള്ളിലത്തെ വിശേഷങ്ങൾ കാര്യങ്ങളും. Moves, I'm that dude. Bet I see you from the top, yeah, real soon. Looking down on the haters that I've been through. Told them I'll see you later, yeah, big truth. I keep a real good pace. Built a big house, damn, look at that place. Up in my mind, cause that's my space. House so big, full of positive things. And I can't be shook, cause I ain't no rook, man, I wrote the book. Now I teach how to cook them beats like, look, making things look good. I just want trophies, blacks with a whole gold if you know me. Gotta go record on the wall, look closely. Got that record all alone, like lonely. I'm just sick of waiting cause I feel it's frustrating when I always put the hours in. But ain't nobody wanna recognize independence, it threatens their continent. So I chase that bag, trophies are dope but I'd rather have cash. Sitting in the bank cause I paid my tax. Living my life, my way, my path, I go. Move fast, anyone who ain't hitting full gas. Who that, choose that, hard work, that wins, true facts. I'ma go big, grind hard, throw a few jabs. Big hook next to the dome, knock her straight back down to the floor. Anyone in my way smacked, I don't take bad thoughts, no, I remove that. My team got good minds, I can prove that.
I got these dreams that I've been chasing. I got some things I've been upgrading. No one can stop me from this craving. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേമാരത്തെ വീഡിയോസ് കാര്യങ്ങളും നല്ല ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. I've got these dreams that I've been chasing. I've got some things I've been upgrading.